ഹലോ! അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നമ്മൾ പ്രേക്ഷക ഹൃദയങ്ങളെ കീറിമുറിച്ച് സുഭാഷ് ആ തീരുമാനമെടുത്തു. ഈ സുഭാഷ് ഏട്ടൻ എന്താണല്ലേ ഇങ്ങനെ ഗൈസ് അല്ലേ? ഒരു രക്ഷയില്ലാട്ടോ. ആ നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മയും കൊണ്ടുപോകുന്നത് കണ്ടപ്പോ തന്നെ നമ്മൾ വിചാരിച്ചു, സുഭാഷ് ഇനി കെട്ടത്തില്ലാന്ന് വിചാരിച്ചതാണ്. അതുപോലെ തന്നെ സുഭാഷ് താലി അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ സുനന്ദയെ അച്ഛനമ്മയ്ക്കും തിരികെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുനന്ദ കരഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷിന്റെ വീടിന്റെ പടിയിറങ്ങി പോകുകയാണ് ഗൈസ്. അതെ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുനന്ദനോടും നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, കണ്ടോ സുഭാഷ് പോലും നിന്നെ വിട്ടു തന്നില്ല. ഇനി നീ ഇവിടത്തെ കുട്ടിയാണ്. നീ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്ക്. ഈ വിവാഹം മുടങ്ങിയാൽ പിന്നെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുനന്ദയുടെ കാലിൽ വീണ് പറഞ്ഞു. കുറെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവരും നമ്മുടെ സുനന്ദയുടെ മനസ്സും കൂടെ മാറ്റാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ അങ്ങനെ നടക്കുന്നു. അപ്പുറത്തപ്പം നമ്മുടെ സുഭാഷ് ഏട്ടന്റെ വീട്ടിലാണെങ്കിൽ സുധീഷും ഹരീഷൊക്കെ കൂടെ നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, ഇത്രയും നാളും ധൈര്യം ഇല്ലാതിരുന്ന സുനന്ദേച്ചി പോലും അവസാനം ഇങ്ങോട്ട് ധൈര്യം കാണിച്ച് വന്നതാണ്. ആ ഒരു സമയത്ത് സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. സുഭാഷ് ഏട്ടൻ ചെയ്തത് മോശമായി പോയി എന്ന് നമ്മുടെ ഹരീഷ് സുഭാഷിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ടേ. അപ്പൊ എന്നിട്ട് നമ്മുടെ സുധീഷ് പിന്നെയും പറയുന്നുണ്ട്, ഇപ്പോഴും സമയം വൈകിട്ടില്ല സുഭാഷ് ഏട്ടാ, നമുക്ക് ഇനിയും സമയമുണ്ട്. സുഭാഷ് ഏട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ അവളെയും കൊണ്ട് വരും എന്ന് പറയുകയാണ്. അപ്പൊ സുഭാഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സുഭാഷ് ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. അതായത് സുനന്ദ വിറകെട്ടി പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് നമ്മുടെ സുഭാഷ്. ഇത്രയ്ക്കും പാവമാകാൻ പാടില്ല ഒരു കഥാപാത്രം അല്ലെ കൂട്ടുകാർ. എന്തായാലും ഈ ഒരു കാറ്റത്തിക്കിളിക്കൂട് ഇത് കുറച്ചൊരു ദിവസം ഭയങ്കര ഒരു പ്രേക്ഷകർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകുന്ന ഒരു രീതിയിലായിരുന്നു. ഇപ്പൊ ഈ കല്യാണത്തിൽ നിന്നും നമ്മുടെ സുഭാഷ് ഏട്ടൻ പിന്മാറിയപ്പോൾ നമ്മുടെ പ്രേക്ഷകരെയും കൂടെ കാറ്റത്തിക്കിളിക്കൂട് മൊത്തത്തിൽ നിരാശയാക്കുകയാണ് അല്ലെ. എന്തായാലും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.